ഫസ്റ്റ് വ്ലോഗാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉത്രാടാണ്. അപ്പോൾ തറവാട്ടിലാണ് സാധാരണ നമ്മൾ തിരുവോണം ആഘോഷിക്കാറുള്ളത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ തിരുവോണത്തിൻ്റെ തലേന്ന് ഉത്രാടത്തിന് നമ്മുടെ വീട്ടിൽ ചെറിയ സദ്യയൊക്കെ ഒരുക്കി സെറ്റാക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്രാവശ്യം പതിവ് തെറ്റിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉത്രാടം. അപ്പോൾ നാളെ തിരുവോണത്തിന് തറവാട്ടിലും ഇന്ന് ഉത്രാടത്തിന് നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫസ്റ്റ് വ്ലോഗിലേക്ക് വെൽക്കം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ആവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ്. ഞാനും അമ്മയും പുലർച്ചെ 5 മണിക്ക് നീച്ചിട്ട് പണിയാൾ സ്റ്റാർട്ട് ചെയ്ത് അമ്മ ആദ്യം തന്നെ തുടക്കിട്ടത് തേങ്ങ ചെറുകല്ലാണ്. 6 മുറി തേങ്ങ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതൊക്കെ അമ്മ ഒറ്റയടിക്ക് ചെറുകി കഴിഞ്ഞു. ഞാൻ പിന്നെ പൂക്കളിടാനുള്ള പൂവൊക്കെ വെട്ടി. 4 തരയേ ഉള്ളൂ, ബാക്കിയെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. മഴ പെയ്തതോടെ പൂക്കളിടാനുള്ള ആ പകുതി ഇൻട്രസ്റ്റ് കൊണ്ട് പോയി കിട്ടി. പൂ വെട്ടി കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് ക്യാബേജ് അരിയാൻ പണി വന്നു. അപ്പോൾ ക്യാബേജൊക്കെ അരിഞ്ഞിട്ട് അതിൽ വെള്ളത്തിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ആളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അന്നൂസിൻ്റെ ജീപ്പ് ചാർജ് ചെയ്യാൻ വെക്കുകയാണ്. കടയിൽ നിന്ന് വാങ്ങിയ പൂക്കൾ കൂടാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ 5 ചെമ്പരത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 5 അല്ല 6 ചെമ്പരത്തി. ഒരെണ്ണം തറയിൽ അപ്പോഴേ അമ്മ വെച്ചിട്ടില്ല. സോറി, ഇല വിട്ടാണ്. പൂ മാത്രം കളത്തിലിട്ട് നമ്മൾ പാപ്പരായി പോകും ഗൈസ്. ഈ 5 ചെമ്പരത്തിയാണ് നമുക്ക് ആകെ കിട്ടിയില്ല. അത് നമ്മുടെ വീട്ടിൻ്റെ അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കിന്ന് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഉമ്മർക്കരാന്ന് വിചാരിച്ചു. തറയിൽ എന്താ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പൂക്കളം വെച്ചിട്ട് നമുക്ക് പുറത്ത് അടിപൊളിയാക്കാം. അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴയാണ്. തറയിൽ ഒരു കുഞ്ഞു പൂക്കളം ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ഉമ്മർത്ത് പൂക്കളെല്ലാം വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റെഫറൻസ് പിക്ക്. ഇത് രസമില്ല കാണാൻ. ഇത് ചെറുതായിട്ടാണ്. അതായത് ഇപ്പോൾ നമുക്ക് തിരുവോണത്തിന് മുന്നേ ഫോട്ടോ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മർത്ത് ചെറുതാണ്. തറയിൽ കുഞ്ഞ് ഒപ്പിച്ചതാണ്. ഈ ചെമ്പരത്തിയും പിന്നെ കുറച്ച് പച്ചലയും വെച്ച് ഇട്ടതാണ്. ഉമ്മർത്ത് എന്തായാലും നമുക്ക് അടിപൊളിയാക്കാം. പിന്നെ തിരുവോണത്തിന് നാളെ ഇവിടെ ഫുള്ളായിട്ട് ഇടണം. നാളെ ഫുള്ളായിട്ട് ഞങ്ങൾ ഇട്ടു. അങ്ങനെയാണ് എല്ലാവരും ഇപ്പം അങ്ങനെയാണല്ലോ. ഫോട്ടോയിൽ കണ്ട പൂക്കളം വരച്ച് വന്നപ്പോൾ നമ്മുടെ പൂക്കളത്തിൻ്റെ ഒരു അനിയനാണെന്ന് പോലും പറയാനുള്ള യോഗ്യത നമ്മൾ വരച്ച പൂക്കളത്തിനുണ്ടായിരുന്നില്ല. പൂവിട്ട് വന്നപ്പോൾ അതിൻ്റെ 7 അയലത്തിലൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ ഒരുമാതിരി 2 കൊളായ പോലെ. നമ്മുടെ കൂടെ ആ പൂവ് നമ്മുടെ പൂക്കളെല്ലാം ഇത്ര ആയിട്ടുണ്ട്. ഇത്ര ആയിട്ടുള്ളൂ. ഇത്ര നേരമായിട്ടും വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. പകുതി ഇടും, അത് ഇല മാറ്റും, പിന്നെ വരയ്ക്കും, പിന്നെ ഇല മാറ്റും. അങ്ങനെ ആക്കിയിട്ട് ഞാൻ അത് തന്നെ. അപ്പം അമ്മ ചായക്ക് വയ്ക്കുന്നുണ്ട്. എനിക്കാണ് നല്ല വിശക്കുന്നുണ്ട്. ഇനി ചായ കുടിച്ച് വന്നതിന് ശേഷം ബാക്കി നോക്കാം. പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പൂക്കളം കണ്ടു നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ പൂക്കളം ഗൈസ്. ഇപ്പൊ എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോണ് വന്നിട്ടുണ്ട്. ഹലോ കേറി കേറി. അപ്പൊ ഇതാ നമ്മൾ അടുക്കളയിലേക്ക് പോവാണ്. നമ്മുടെ ശർക്കര ഉണ്ണിയപ്പത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ശർക്കര ഇവിടെ ഉണ്ട്. നമ്മുടെ രസം ഇവിടെ ഉണ്ട്. അച്ഛൻ എന്താ ചെയ്യുന്നത്? ഞാൻ പായസം ഉണ്ടാക്കണം. പായസം എന്ത് പായസം? പരിപ്പ് പായസം. പരിപ്പ് പായസം നമ്മുടെ അച്ഛൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അവിയലുണ്ട്. കാളൻ കാളനുണ്ട്. ക്യാബേജ് ഉപ്പേരി ഉണ്ട്. പുളിയിഞ്ചി മത്തി വെളിശ്ശേരി പപ്പടം കൂടി കാച്ചാണ്ട് രസം പറഞ്ഞോ. അമ്മ ശർക്കര വരട്ടിയ സംഭവമൊന്നുമില്ല. ശർക്കര വരട്ടിണ്ട്. ഉണ്ടാക്കിയത് വാങ്ങിയതാ? മേടിച്ചത്.
പപ്പടം കാച്ചാനുണ്ട്. ശർക്കര വരട്ടി നമുക്ക്. പിന്നെ ഇത് ഏലക്കായ പായസത്തിൽ. അച്ഛമ്മ പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അച്ഛമ്മ പറയട്ടെ. ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാനുണ്ട്. അത് നെയ്യിൽ വറുത്തിടണം. നമ്മുടെ മെയിൻ ഐറ്റം ചോറോടെ സെറ്റാണ് ഗൈസ്. അല്ല സാമ്പാറോടെ. സാമ്പാറുണ്ട്. സാമ്പാർ പാത്രത്തിൽ എടുത്തിട്ട് കാണിച്ചാൽ മതിയാ. ഇത് സാമ്പാർ നമുക്കൊരു ഓവയ്ക്ക് മാറ്റാണ്ട്. അപ്പോൾ ഉണ്ടാക്കിയത് അവിടെ ഇച്ചതാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നിട്ട് നീ നമുക്ക് ടാറ്റ പറയാം. ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ തിരുവോണത്തിനാണ് നമ്മുടെ ഓണക്കോടിയൊക്കെ ഇടുക. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഫുൾ കൂതറ ഡ്രസ്സായിരിക്കും. പായസം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കഴിക്കാൻ ഒരു മൂഡ് തോന്നിയപ്പോ ഇപ്പൊ എടുത്തോണ്ടിരുന്നു. അപ്പൊ നമ്മളിനി പട്ടുപാടൊക്കെ ഇട്ടിട്ട് സെറ്റാണ്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും എല്ലാവരും ഇടുമ്പോൾ ഞാനും ചേഞ്ച് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് മാറ്റാൻ പോവാം. എല്ലാവരും ഇടുമ്പോൾ പിന്നെ നമ്മൾ ഇടാതിരിക്കുന്ന മോശമല്ലേ. ഹലോ, അങ്ങനെ നമ്മൾ ഫുൾ സെറ്റായി. ഇതാണ് എൻ്റെ ഫുൾ കോസ്റ്റ്യൂമ് കാണിച്ചു തരാൻ കഴിഞ്ഞിട്ട് കുറച്ച് കാണിച്ചു തരാം. ഞാൻ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ടും വന്നു. ഡ്രസ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ആകെ ഡ്രസ്സൊക്കെ മാറ്റിയത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കോസ്റ്റ്യൂം ഔട്ട്ഫിറ്റ്. ഫോട്ടോസ് ഒക്കെ എടുത്ത് വന്നപ്പോഴേക്ക് 2 മണി ആയിട്ടുണ്ട്. പിന്നെ അപ്പോഴാണ് നമ്മൾ സദ്യ ഒക്കെ കഴിച്ചത്. ഓണത്തിന് സദ്യയാണ് രസം. എന്നാലോ പാപ്പന്മാരൊന്നും സദ്യ ഒന്നും കൂട്ടൂല. അതായത് തീരെ തൊട്ടുവെക്കൂല എന്നല്ല, അവർക്ക് അതങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഓണത്തിന് നല്ല വിഷുവിനും ഓണത്തിനൊക്കെ അധികവും ഇവിടെ ചിക്കനാണ് വാങ്ങാറുള്ളത് തറവാട്ടിൽ. നമ്മളെല്ലാവരും അങ്ങോട്ടാണ് പോവാറുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന പോലെ തന്നെ അവർക്ക് ഇങ്ങോട്ട് ഒരു ട്രീറ്റ് കൊടുക്കണ്ടേ. തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവിനും നമ്മളിവിടെ ബിരിയാണി വെച്ചിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് തലേന്ന്. വിഷുവിൻ്റെ അന്ന് പിന്നെ ഇവിടെ തറവാട്ടിൽ ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. തിരുവോണത്തിന് തറവാട്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. നമ്മൾ ഇവിടെയാണല്ലോ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനായിട്ട് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയാണ്. അമ്മയും വിദ്യമേമ്മയും കുഞ്ഞാറ്റേച്ചിയും പിന്നെ ഞാനൊക്കെയാണ് നമ്മുടെ സദ്യയൊക്കെ വിളമ്പിയിട്ടുണ്ടായിരുന്നത്. വിദ്യമേമ്മയൊക്കെ ഫുൾ ഓണായിരുന്നു, ഡാൻസ് ഒക്കെ കളിച്ചിട്ടായിരുന്നു. ഇവിടെ ഒരു തീ കാണണ്ടെന്ന് വിചാരിച്ചിട്ടാ തോന്നുന്നു കണ്ണൊക്കെ പൊത്താൻ നോക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കാണ് നമ്മൾ ചോറ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ വിശപ്പായിരുന്നു. ഞങ്ങൾ എന്തൊക്കെ കഴിച്ചു, എത്രയൊക്കെ കഴിച്ചു എന്ന് ഒരു കയ്യും കണക്കിട്ട് ഞങ്ങൾക്ക് നീക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ലായിരുന്ന അവസ്ഥയായിരുന്നു. സദ്യയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇലയിൽ തന്നെ പായസവും പപ്പടവും കുഴച്ചിട്ട് കഴിക്കുകയാണ്. പായസം പരിപ്പ് പായസമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് പായസവും പപ്പടവും കൂട്ടി കഴിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി നമുക്ക് ഒരു കളിയിൽ നമ്മുടെ ഈ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കാം.